മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 28 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളില് ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവ് കടന്നു വന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ജ്വലിക്കുന്നത്, ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും വചനം വായിക്കുമ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറും, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ വിട്ടുമാറും, ഹൃദയത്തിന്റെ വേദനകൾ വിട്ടുമാറും, ദുഃഖങ്ങൾ വിട്ടുമാറും, സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. എല്ലാ ദിവസവും വചനം വായിക്കണം. വചനം വായിക്കുന്ന ദിവസം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊള്ളും, ആനന്ദം നിറഞ്ഞുകൊള്ളും, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കൊള്ളും. വചനം വായിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുവചനം വായിക്കുവാൻ, വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാൻ, വചനത്തിന് വില കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം. ഈശോയെ, അങ്ങ് വചനം വ്യാഖ്യാനിച്ചപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ജ്വലിച്ചതുപോലെ വചനം വായിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. ഇവരുടെ ഭവനത്തിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഇവരുടെ ഇന്നത്തെ അധ്വാന മേഖലകളിൽ ഏതെങ്കിലും തടസ്സങ്ങളോ ബന്ധനങ്ങളോ കെട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമായി തീരട്ടെ എന്ന് ദിവ്യകാരുണ്യത്താൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.